നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് റെസ്റ്റോറന്റിൽ സംഘർഷം, 2 പേർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം പൂജപ്പുരയിൽ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയവർ ഹോട്ടൽ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. പൂജപ്പുരയിലെ അസീസ് ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. മെനു കാർഡിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ നടുറോഡിൽ ഏറ്റുമുട്ടി, 6 പേർ അറസ്റ്റിൽ. വൈത്തരിയിൽ സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടി, 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊഴുതന സ്വദേശികളായ റാഷിദ്, മുഹമ്മദ് ഷമീർ, കരിയാട്ടുകുഴിയിൽ ഇബ്രാഹിം, തനിയാട്ടിൽ വീട്ടിൽ നിഷാം, പട്ടർമടം വീട്ടിൽ മുബഷീർ, ഒളിയമട്ടത്തിൽ സൈജു എന്നിവരെയാണ് വൈത്തിരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വധശ്രമത്തിന് വൈത്തിരി പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശിയായ ഷിഹാബിൽ നിന്ന് പൊഴുതന സ്വദേശി റാഷിദ് മുംബൈയിൽ നിന്നും സ്വർണം തട്ടിയെടുത്തതിന്റെ തുടർച്ചയായാണ് ഏറ്റുമുട്ടലെന്നാണ് പോലീസ് പറയുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്, പ്രതികൾക്ക് പരോൾ. കൊടിസുനി ഒഴികെയുള്ള 10 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു പ്രതികൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് പ്രതികൾക്ക് വീണ്ടും പരോൾ പ്രാബല്യത്തിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചുള്ള കോടതി ഉത്തരവ് പുറത്തു വന്നിരുന്നു. ഇതിനു പുറമെ പരോളുകൾ അനുവദിക്കുന്നതും കോടതി വിലക്കേർപ്പെടുത്തിയിരുന്നു. ഈ ഉത്തരവ് മറികടന്നാണ് ഇപ്പോൾ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. ആശുപത്രിയിൽ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം, 74കാരൻ പിടിയിൽ. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പിതാവിനെ കാണാൻ അമ്മുമ്മയോടൊപ്പം എത്തിയ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിലായി. പാറശാല പ്ലാമൂട്ടിക്കട കുഴിഞ്ഞാൻവിള സ്വദേശിയായ വർഗീസിനെയാണ് വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തത്. ചികിത്സയിൽ കഴിയുന്ന പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന അമ്മുമ്മ മരുന്ന് വാങ്ങാനായി പോയ സമയത്താണ് അടുത്ത വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന വയോധികൻ കൂട്ടിരിപ്പുകാർ ആഹാരം കഴിക്കുന്ന മുറയ്ക്ക് സമീപത്തിരുന്ന കുഞ്ഞിനോട് ലൈംഗിക അതിക്രമം കാണിച്ചത്. സർജിക്കൽ വാർഡിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവിനടുത്താണ് അമ്മുമ്മയും കൊച്ചുമകളും എത്തിയത്. രാവിലെ 11:30ഓടെ ഇയാൾ ലൈംഗിക അതിക്രമം കാണിക്കുകയും കുഞ്ഞ് ആശുപത്രിയിൽ നിലവിളിച്ച് ബഹളം വെക്കുകയുമായിരുന്നു. തുടർന്ന് കുഞ്ഞിന്റെ ബന്ധുക്കൾ വെള്ളറട പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി വർഗീസിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീട്ടിൽ അതിക്രമിച്ചു കയറി, ഗൃഹനാഥന്റെ കണ്ണിലേക്ക് മുളകുപൊടി വാരിയെറിഞ്ഞു, കാലുകൾ തല്ലിയൊടിച്ചു. സംഭവം കൊല്ലം കടക്കലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി എറിഞ്ഞ അജ്ഞാത സംഘം മധ്യവയസ്കന്റെ കാല് തല്ലിയൊടിച്ചു. കൊച്ചാറ്റുപുറം സ്വദേശി 52 വയസ്സുള്ള ജോയിക്കാണ് മർദ്ദനമേറ്റത്. രാത്രി 9 മണിക്കാണ് 3-അംഗ സംഘം ജോയിയെ വീട്ടിൽ കയറി ആക്രമിച്ചത്. കമ്പി വടികൊണ്ടുള്ള അടിയിൽ 2 കാലുകളും ഒടിഞ്ഞു. വീടിന്റെ മുൻവാതിൽ തല്ലി തകർത്ത് അകത്ത് കിടന്ന സംഘം ഹാളിൽ TV കാണുകയായിരുന്ന ജോയിയെ മാരകമായി ആക്രമിച്ചു. മുറിയിൽ ഉറങ്ങുകയായിരുന്ന 85 വയസ്സുള്ള അമ്മ കമലാഭായി എത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെയാണ്. തൊട്ടടുത്തുള്ള ബന്ധുക്കൾ വഴി കടക്കൽ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിവാഹിതനാണ് ജോയി. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി.